ആ ഞാൻ ആലോചിച്ചായിരുന്നു. ഇപ്പം എന്നെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ടാവല്ലോ. ഇപ്പൊ ഞാൻ ആളെ വിളിച്ചിട്ടുമില്ല. വിളിക്കാറുണ്ടോ ഇങ്ങനെ? ഇല്ല. എനിക്ക് വയ്യ. അതൊരു 1.5 വർഷത്തിന് മേളിലായി വിളിച്ചിട്ട്. ഇപ്പം നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞാൽ ദീപ്തി ടീച്ചറിൻ്റെ എക്സ് ഹസ്ബൻഡ്, മുൻ ഭർത്താവ് സംസാരിക്കുന്ന വീഡിയോ ആണ്. ഇതെങ്ങനെ വന്നതെന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വോയിസ് ക്ലിപ്പൊക്കെ എങ്ങനെയാണോ വെളിയിൽ വന്നതെന്ന് വെച്ചാൽ, മില്ലുകാരൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറുണ്ട്. ദീപ്തി ടീച്ചറിൻ്റെ വീടിൻ്റെ അടുത്തുള്ള വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു മുൻ ഭർത്താവിനെയൊക്കെ അറിയാം, നേരത്തെ കണ്ടിട്ടുണ്ട്, എല്ലാം സംസാരിച്ചൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർ പിരിഞ്ഞു. അതിനുശേഷവും ഇവർ തമ്മിൽ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ദീപ്തി ടീച്ചർ ഈ ഒരു വീഡിയോസൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. മുൻ ഭർത്താവ് എന്നെ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നു എന്നുള്ളൊരു കാര്യം. ആ സമയത്ത് ഈ ഒരു മില്ലുകാരൻ എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ വിളിച്ച് സംസാരിക്കുന്നു. ഇതേ കണക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല, ദീപ്തി ഉണ്ടെങ്കിൽ എന്നെ വെച്ച് കാശുണ്ടാക്കുവാണ് എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഉണ്ടെങ്കിൽ ഈ ഒരു മില്ലുകാരൻ അത് വിശ്വസിക്കുകയും ചെയ്തു. ഇനി ഇവർ പറയുന്നത് ശരിയായിരിക്കും എന്നുള്ള കാര്യം, ഈ ഒരു വ്യക്തി പറയുന്നത് ശരിയായിരിക്കും എന്നുള്ളൊരു കാര്യം. അതിനുശേഷം മില്ലുകാരൻ ഇതൊന്ന് സംശയം ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ദീപ്തി ടീച്ചറിനെ വിളിച്ച് സംസാരിക്കുകയും ആ സമയത്ത് ദീപ്തി ടീച്ചർ ഉണ്ടെങ്കിൽ ഫോൺ റെക്കോർഡൊക്കെ എന്ത് ചെയ്യുന്നത് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, വിളിച്ച കാര്യങ്ങൾ. അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് എന്ത് നടന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാൻ ആലോചിച്ചായിരുന്നു. ഇപ്പം എന്നെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ടാവല്ലോ. ഇപ്പൊ ഞാൻ ആളെ വിളിച്ചിട്ടുമില്ല. വിളിക്കാറുണ്ടോ ഇങ്ങനെ? ഇല്ല. എനിക്ക് വയ്യ. അതൊരു 1.5 വർഷത്തിന് മേളിലായി വിളിച്ചിട്ട്. നിരന്തരം വെച്ചാൻ വേണോ വേണമെങ്കിൽ മറ്റോ വേണോ വേണമെന്നില്ല. താൻ എന്നെ ഇങ്ങനെ നിരന്തരം താൻ എന്നെ നിരന്തരം ഇങ്ങനെ വിളിച്ച് എക്സ്ക്ലൂസീവ് ഉണ്ടാക്കാൻ നിന്നല്ലേ? അല്ല, താൻ എന്നിട്ട് അല്ല ഒരു മിനിറ്റ് താൻ നിൽക്കുന്നത് ഞാൻ വരും. വെറുതെ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് കേട്ടോ. താൻ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് കഥ പറയരുത്. കഥ പറയുന്നത് ഞാൻ വരും. വെറുതെ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ആ 25 വയസ്സുള്ള അമ്മയുടെ ഇതും തന്റെ വിഷമവും കണ്ടപ്പോൾ താൻ പറഞ്ഞില്ലെന്ന് ആണയിട്ട് താൻ എത്ര തവണ എന്നോട് പറഞ്ഞോ? എന്നിട്ട് ഞാൻ ആ വാക്കും കേട്ട് അന്നേരം വീഡിയോ പുറത്ത് വിട്ടായിരുന്നെങ്കിൽ, ഞങ്ങൾ വീഡിയോ പുറത്ത് വിട്ടായിരുന്നേ, ഇന്ന് ഞങ്ങൾ ആരായിരുന്നു ഏടാ? താൻ പറ. തനിക്ക് താൻ അടിച്ചു കയറുന്ന എന്തിനും തലയ്ക്കകത്ത് എന്തിനും സാമാനം അടിച്ചു കയറ്റിട്ടുണ്ടെങ്കിൽ അത് തന്നെ തലയ്ക്കകത്തിരിക്കണം. മറ്റുള്ളവരുടെ ജീവിതം വെച്ചല്ല കളിക്കട്ടെ. ഇതിപ്പോ എത്ര ആളായി എന്നെയും അവളെയും വെച്ച് തോന്നിയ പറയുന്നു, ആരെല്ലാം വെച്ച് തോന്നിയ പറയുന്നു. ഒരു മര്യാദ കൊണ്ടുപോകും. മര്യാദ തന്നെ ഞങ്ങൾ വിശ്വസിക്കും. താൻ കെട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? ഓക്കെ ശരിയെന്ന് പറയല്ല. അങ്ങനെ പറഞ്ഞു നമ്മളെല്ലാം വിളിച്ച് എന്നിട്ട് താൻ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ പറയുന്നത്? താൻ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അവസാനിക്കുന്നല്ല. അങ്ങനല്ല ചെയ്യും. ഇത് ശരിയായ ഒരു രീതിയല്ല. താനും ചിന്തിക്കുന്നു, റീതിങ്ക് ചെയ്യും. ഒന്ന് വേണ്ട, കട്ടിയിട്ട് പോയി. എന്നെ ചെയ്യാനെന്നറിയ ഇവനെ കൊണ്ട്. നീ തോന്നത്തെ കളിച്ചിട്ടില്ലേ? നീ ഇങ്ങോട്ട് വിളിച്ചുണ്ടാക്കിട്ടില്ലേ? തോന്നത്തെ കളിക്കുന്നത് പോയി വെട്ടിക്കറാ പറ്റ പോലെ. നീ എന്താ ചെയ്യാ? നീ കാണിക്ക് തോന്നത്തല്ലേ? തോന്നത്തെ കളിച്ചിട്ട് അവനങ്ങ് മേട കുത്തുവാ. നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോയിൽ അവരാദ്യമേ നേരത്തെ തന്നെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ അറിയുന്നുണ്ട്. അതായത് നേരത്തെ ഇവർ സംസാരിക്കുന്നുണ്ട്, നേരത്തെ ഇവർക്ക് അറിയാമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ആദ്യമേ ദീപ്തി ടീച്ചർ പറഞ്ഞ ഈ ഒരു വ്യക്തി, മില്ലുകാരൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇയാളും ഈ ഒരു ഡിവോഴ്സിലൂടെയൊക്കെ കടന്നു വന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും വിശ്വസിച്ചില്ലായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു മുൻ ഭർത്താവ് ദീപ്തിയെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു, എന്നെ പറ്റി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ എപ്പോഴും ഇവർ വിളിച്ച് സംസാരിക്കുമായിരുന്നു, ദീപ്തിയെ പറ്റി കുറ്റം പറയുമായിരുന്നു. ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇഷ്യൂ വരുന്നത്. ഇതേണക്ക് വിളിച്ച് സംസാരിച്ചു എന്നുള്ളൊരു കാര്യം ദീപ്തി ടീച്ചർ പുറത്ത് വിടുന്നത്. ആ സമയത്താണ് ഇത് കണ്ടിട്ട് ഈ മില്ലുകാരൻ എന്ന് പറഞ്ഞ യൂട്യൂബർ ആ ഒരു വ്യക്തിയെടുത്ത് ചോദിക്കുന്നത്. പക്ഷേ ആ വ്യക്തി ഉണ്ടെങ്കിൽ അത് സമ്മതിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ വീഡിയോയിൽ കേട്ടാൽ തന്നെ അറിയാം, 1.5 വർഷമായിട്ട് ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിന് ശേഷമാണ് ഈ ഒരു വ്യക്തി ദീപ്തി ടീച്ചറിനെ വിളിക്കുന്നതും കാര്യങ്ങൾ തിരക്കുന്നത്. അപ്പോഴാണ് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ദീപ്തി ടീച്ചർ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമുള്ള വോയിസാണ് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുകയും വഴക്ക് പറയും തെറി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതോടെ തന്നെ എന്ന് പറഞ്ഞാൽ ദീപ്തി ടീച്ചർ പറഞ്ഞത് ശരിയാണ് എന്നുള്ളൊരു കാര്യം ഇതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു യൂട്യൂബിൻ്റെ വീഡിയോസിൻ്റെ താഴെ വന്നതിന് ദീപ്തി ടീച്ചർ ഇതിന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഇത് സത്യം വെളിയിൽ കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നുള്ളൊരു കാര്യം. എന്തായാലും ഈ ഒരു തെളിവ്, ഈ ഒരു വോയിസ് പുറത്ത് വന്നതുകൊണ്ട് തന്നെ ഇത് മൂലം ബാക്കിയുള്ളവർക്കെല്ലാം അറിയാൻ സാധിച്ചു എന്തുമാത്രം വൃത്തികെട്ട ഒരു വ്യക്തിയാണ് ഈ ഒരു ദീപ്തി ടീച്ചറിൻ്റെ മുൻ ഭർത്താവ് എന്നുള്ളൊരു കാര്യം. അവർ ആ ഒരു ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുതിയൊരു ജീവിതം തുടങ്ങിയത് ഉറപ്പായിട്ടും നല്ലൊരു കാര്യമാണ്.
അതുപോലെ തന്നെ കുറേയധികം പേര് അവർക്കെതിരെയൊക്കെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ പറയുന്ന കള്ളമാണെന്ന്. ഇപ്പോഴെങ്കിലും അത് പ്രൂവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ചിലവർ പറയായിരിക്കും ഇവർ രണ്ടുപേരും കൂടെ ഒത്തുചേർന്ന് കളിച്ചതാണെന്ന്. അത് പറയേണ്ടവർക്ക് പറയാൻ പാടില്ല. ഇതിൽ നിന്ന് തന്നെ ഒരു സാമാന്യ മര്യാദയായിട്ട് മനസ്സിലാക്കുന്നവർക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇത് ആ ഒരു വ്യക്തി അത്രയ്ക്ക് മോശപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്തായാലും ദീപ്തി ടീച്ചർ അതിൽ നിന്ന് ആ ഒരു വ്യക്തിയിൽ നിന്ന് രക്ഷപ്പെട്ടത് വളരെ നന്നായി എന്നുള്ള കാര്യം